ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് ടു സ്കൂൾ സീരീസിലെ 6ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോ കണ്ടവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നത് ബാക്ക് ടു സ്കൂളിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു. രണ്ടാമത്തത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആയിരുന്നു. മൂന്നാമത്തത് ബാക്ക് ടു സ്കൂൾ ഐറ്റംസിൻ്റെ കളക്ഷൻ. നാലാമത്തത് ബാക്ക് ടു സ്കൂൾ പ്ലാനർ. അഞ്ചാമത്തത് ബെഡ്റൂം മേക്ക് ഓവർ പ്ലസ് സ്റ്റഡി ടേബിൾ അറേഞ്ച്മെൻറ്റും ആയിരുന്നു. ഇന്ന് നമ്മൾ ബാക്ക് പാക്കിങ്ങും പ്ലസ് പുസ്തകങ്ങൾ കവർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഇസയുടെ ബാഗാണ് ഒതുക്കണേ. ഹൈസ്കൂൾ UP ലെവൽ സ്റ്റുഡൻസിന് ഈ രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാഗാണ് ഫസ്റ്റ് ഡേ കൊണ്ടുപോകുന്നത്. ഇത് ഇത്തിരി ചെറിയ ബാഗാട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് അവളുടെ പഴയ ബാഗ് തന്നെയാണ് കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് എന്തൊക്കെ കൊണ്ടുപോകണം നോക്കാം. അപ്പോൾ ഈ ഒരു ഇയറിൽ ഇസ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൗച്ചാണ്. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. ഇസയ്ക്ക് അത്യാവശ്യം ഐറ്റംസ് ഇങ്ങനെ കുറേ പേഴ്സിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി വലിയ പൗച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർക്ക് അധികം വെക്കുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യേണ്ട, അത്യാവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഈ 3 പെൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബോൾ പെന്നാണ്. ഇതിൻ്റെ കവറിങ് പേർപ്പിൾ കളറാണെന്നുള്ളൂ. സാധാരണ പേനയാണ്, ബ്ലൂ പെന്നാണത്. പിന്നെ ഇത് രണ്ടും കളർ പെന്നാണ്. ഇത് പേർപ്പിൾ കളർ ഇങ്കുള്ള പെന്നുകളാണ്. പിന്നെ ഈ ഒരു ഫാൻസി പെന്നാണ്. ഇത് പേർപ്പിൾ കളറൊക്കെ ആയതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ഹൈലൈറ്ററാണ്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് പേർപ്പിൾ കളറാണ് അതിന്. ഇതൊരു ഷാർപ്നറാണ്. പിന്നെ ഒരു ഇറേസർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇറേസർ ഉണ്ടല്ലോ, ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലൊരു ഇറേസറാട്ടോ. അത് 2 കൊല്ലമായി വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് കൂടിയില്ല. വെറുതെ ഇങ്ങനെ അവൾ എടുത്ത് വെച്ച് സൂക്ഷിക്കുക. അവൾക്ക് അങ്ങനെ കേടാക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ അതേ സ്കെയിൽ വെക്കുന്നുണ്ട്. ഒരു പെൻസിൽ അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ചെറിയൊരു നോട്ട്ബുക്ക് അവൾ തന്നെ ഉണ്ടാക്കിയതാണ്. പേപ്പറൊക്കെ കട്ട് ചെയ്ത് യോജിപ്പിച്ച് ഒരു കവറിങ്ങൊക്കെ വെച്ച് അങ്ങനെ വരച്ചൊക്കെ ഉണ്ടാക്കിയൊരു നോട്ട്ബുക്ക്. അപ്പോൾ അതിൽ വെക്കുന്നുണ്ട്. ചെറിയ 2 ക്ലിപ്പ് വെക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേർപ്പിൾ കളർ ആയതുകൊണ്ട് വെച്ചതാവുള്ളൂ കേട്ടോ, എനിക്ക് തോന്നണേ. എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ചെറിയൊരു ഫേവി സ്റ്റിക്കും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇസ പേഴ്സിൽ വെച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഡെയിലി ഉപയോഗിക്കുന്നതൊന്നല്ല. ആവശ്യമുള്ളത് കുറച്ചൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ വെറുതെ വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്തത് ഈ ഒരു കളർ, ഒരു പെൻസിൽ കളറിൻ്റെ അത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നോട്ട്ബുക്ക്, ഇതൊരു റഫ് ബുക്ക് മാത്രമേ വെക്കുന്നുള്ളൂ ഫസ്റ്റ്. പിന്നെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് ബുക്സൊക്കെ വെക്കണം. പിന്നെ നമ്മൾ ബാഗിൽ വെക്കേണ്ടത് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആണ്. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിൽ ഇത് എടുക്കാൻ പോകണില്ല. എന്നാൽ നമ്മുടെ ബാഗിൽ അത് വെക്കുകയാണ്. മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കത് വെക്കാം. പിന്നെ ഇത് മറക്കാണ്ട് നിങ്ങൾ കൊണ്ടുപോകണ ഒരു ഐറ്റം ആയിരിക്കില്ല. ടിഫിൻ ബോക്സ് നമ്മൾ അത് സെറ്റാക്കി വെക്കുക. അതോടൊപ്പം തന്നെ വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ ഉപയോഗിക്കണേ. അതിന് കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നമ്മൾ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ടവൽ, ടിഫിൻ കെട്ടാനുള്ള ടവൽ, അത് വലിയ ടവൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. അതും ഫസ്റ്റ് ഡേ ചിലപ്പോൾ കൊണ്ടുകൊണ്ട് വരില്ല. ഫുൾ ഡേ ക്ലാസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ട ഐറ്റംസാണ്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയില്ലെങ്കിൽ പോലും കുട ബാഗിൽ വെക്കാൻ മറക്കരുത്. കുടയും അതുപോലെ സൈക്കിൾ ഉപയോഗിക്കുന്നവർ റെയിൻകോട്ടും രണ്ടും ബാഗിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ റെയിൻകോട്ട് ഈ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പേർപ്പിൾ കളറുള്ള റെയിൻകോട്ടായിരുന്നു. കുടയും പേർപ്പിൾ കളർ വീട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം പുതിയതല്ല കേട്ടോ. ചില ഐറ്റംസൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. ഇനി ഗേൾസിന് വേണ്ടിയിട്ടുള്ളൊരു എമർജൻസി കിറ്റ്, അല്ലെങ്കിൽ ഒരു ഗേൾസിന് വേണ്ടിയിട്ടുള്ള കിറ്റ് എന്ന് പറയാം. അതാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഈ ഒരു കുഞ്ഞു പൗച്ചിനുള്ള ഒരു ഡബ്ബയിൽ ഇത്തിരി വാസ്ലിനാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലിപ് ബാം എന്തെങ്കിലും വെക്കാം. ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചുണ്ട് ഭയങ്കര ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ 2 ഹെയർ ടൈ വെച്ചിട്ടുണ്ട്. മുടി കെട്ടാനുള്ളത് എന്തെങ്കിലും മിസ്സായി പോയാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഗേൾസിന് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെക്കുന്നത് ഒരു സാനിറ്ററി പാഡാണ്. നിങ്ങൾക്ക് പീരിയഡ്സ് ആയാലും ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ഏജ് ആവാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പാഡ് ഇങ്ങനെ ബാഗിൽ എപ്പോഴും കയ്യിൽ കരുതുക. ഈ ഒരു ബോക്സ് അവളുടെ പല്ലും ഒരു ക്ലിപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടുള്ള ബോക്സ് ആട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ 2-3 സേഫ്റ്റി പിൻ വെക്കുന്നുണ്ട്. ഇത് ഗേൾസിന് എപ്പോഴെങ്കിലും വല്ല ആവശ്യം വരാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ ഈ ഒരു സംഭവം എന്തിട്ടാണെന്ന് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ പഴയ വീഡിയോസിലൊക്കെ. ഇതിലൊരു കോമ്പും ഉണ്ട്, ഒരു മിററും ഉണ്ട്. കുട്ടികളൊക്കെ ബസ്സിലൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ അകത്തിക്കലും തിരക്കിലൊക്കെ പോയിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം നമുക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനൊരു കോമ്പും പ്ലസ് മിററുള്ള സെറ്റ് നമുക്ക് കയ്യിൽ വെക്കാവുന്നതാണ്. പിന്നെ ഒരു മാസ്ക് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ക്ലാസ് റൂമൊക്കെ അടിച്ച് വരുന്ന സമയത്തോ ഇങ്ങനെ പൊടിയൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ ഒരു മാസ്ക് എപ്പോഴും കയ്യിൽ വെക്കാം. പിന്നെ അത് ഈ ഒരു കേർച്ചീഫാണ്. ഇത് ഈ പൗച്ചിലല്ല വെക്കേണ്ടത്, കയ്യിൽ പോക്കറ്റിൽ വെക്കേണ്ടതാണ് ഡ്രസ്സിൻ്റെ. അത് ഇതിൽ ജസ്റ്റ് വെക്കണമെന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പൗച്ചിൽ വെച്ചിരിക്കുന്നത്. ഇനി ഒരു കുഞ്ഞ് ഡബയുടെ ഉള്ളിൽ നമ്മൾ വെക്കേഷൻ സമയത്ത് ഉണ്ടാക്കിയ പേപ്പർ സോപ്പാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കയ്യിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ ഒരു പേപ്പർ സോപ്പ് നമുക്ക് കയ്യിൽ ഇങ്ങനെ വെക്കാൻ വേണമെങ്കിൽ. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ സാനിറ്റൈസർ ഒരു ബോട്ടിൽ വെച്ചാലും മതി. ഇപ്പോൾ കൈ കഴുകി കഴിഞ്ഞ് ഇത്തിരി സാനിറ്റൈസർ ആക്കിയാൽ നല്ലതുമാണ്. മാത്രമല്ല നല്ലൊരു സ്മെല്ലും കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്.
അപ്പോൾ എന്തായാലും ഇസ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് സ്കൂൾ ടൈം ഭയങ്കര നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യുക കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യണത് നല്ല മനസ്സിൽ ഓർത്ത് വെച്ച് സ്ലോ ആൻഡ് റിലാക്സ് ആയിട്ട് ചെയ്യുക. എന്തെന്ന് വെച്ചാൽ ഈ ഒരു മൊമെൻറ്റ്സ് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ കിട്ടില്ല. ഞാനൊക്കെ ഇപ്പോൾ വലുതായി കഴിയുമ്പോൾ ഒരു ബാഗ് പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അയ്യോ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്ത് രസമായിട്ടാണ് ബാഗ് പാക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഈസിയാണെങ്കിൽ ഇപ്പോൾ 9th ഇനി 3 ക്ലാസ്സും കൂടി, അതായത് 10th 11th 12th കൂടി കഴിയുമ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ഇത് മാറും അല്ലേ, ടോട്ടലി വേറെ പോലെ. അപ്പോൾ ഈ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള പാക്കിംഗ് ഒക്കെ ഇനി കുറച്ചും കൂടി നാളെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിലേക്കാവും, പിന്നെ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മൊമെൻറ്റ്സ് മാക്സിമം ഹാപ്പി ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യാനും ഒതുക്കാനും ഒക്കെ നമ്മുടെ മെമ്മറിയിലൊക്കെ വെക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കാര്യമാണ് നമ്മുടെ ബാഗ് പാക്കിംഗ്. അങ്ങനെ ഇസയുടെ ബാഗ് നമ്മൾ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോസുവിൻ്റെ ബാഗ് ഒതുക്കാം. LP ലെവൽ സ്റ്റുഡൻസ് അതുപോലെ UP സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ നിങ്ങളുടെ ബാഗ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രോസൻ എന്ന് പറഞ്ഞ കാർട്ടൂണിൻ്റെ പിക്ചറുള്ള ബാഗാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ടോ, അത്യാവശ്യം വലിയൊരു ബാഗാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാഗ് ഇനി അവൾ ഫസ്റ്റ് ഡേ കൊണ്ടുപോകണം. കുറച്ച് ബുക്കുള്ളെങ്കിൽ അവൾ പറഞ്ഞു എനിക്ക് തന്നെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഈ ഒരു ബാഗിൽ നമ്മളെല്ലാം ഇനി ഒതുക്കി സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ബോക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബോക്സ് ഈ ഒരു ക്ലിയർ പോലത്തെ ഇങ്ങനത്തെ ബോക്സാണ്. അതിലും ഈ ഫ്രോസൻ്റെ കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. ഇനി ബോക്സിനുള്ളിൽ നമുക്ക് എന്തൊക്കെ വെക്കണം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത്, മുകളിലും താഴെ നമുക്ക് വെക്കാം. ഒരു ടൈം ടേബിൾ കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ടൈം ടേബിൾ കിട്ടുന്ന സമയത്ത് എഴുതി വെക്കണം. പിന്നെ ഇതേ സ്കെയിലും ഇറേസറും ഷാർപ്നറും ഒരു പെൻസിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് മേടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു പെൻസിലും ഇറേസറും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഹൈലൈറ്ററും അതിൻ്റെ കൂടെ തന്നെ 2 പെന്നും, അത് ബ്ലൂ പെൻ വെച്ചിരിക്കുന്നത്, നമ്മുടെ ഫ്രോസിന് മാച്ചിങ് ആയിട്ട് ബ്ലൂ കളർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതേ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു നോട്ട്ബുക്ക്, റഫ് ബുക്കാണ് വെക്കുന്നത് ഫസ്റ്റ് ഡേ ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ UP ലെവലിലോട്ട് കടക്കുന്ന കുട്ടികളെല്ലാവരും ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇതേ റോസും ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബാഗിൽ വെക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ എടുക്കുന്നില്ല, എന്നാലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. UP ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു പാക്കറ്റ് സ്കെച്ച് പെന്നും ഒരു ക്രയോൺസും വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. LP ലെവൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു ക്രയോൺസിൻ്റെ ബോക്സ് മാത്രം മതിയാവും. അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ നിങ്ങളിത് എന്തായാലും മറക്കാതെ വെക്കുന്ന ഐറ്റംസ് തന്നെയാണ്. വാട്ടർ ബോട്ടിൽ മറക്കാതെ തന്നെ വെക്കുക. അത് മഴക്കാലമാണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കൽ ഒട്ടും കുറയ്ക്കേണ്ട. അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയാണ് പാത്രവും ഗ്ലാസ്സുമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കറിപ്പാത്രം ഞാൻ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ വെച്ച് കൊണ്ടുപോകാനാണ്. അതോടൊപ്പം തന്നെ ദേ ഒരു ടവലും കൂടി വെച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ വിരിച്ചിട്ട് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതേ കുട നമ്മൾ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് കുട എന്തായാലും അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ കുട ഈ ഒരു കുടയാണ് യൂസ് ചെയ്യാൻ പോണത്. അതിൻ്റെ കൂടെ തന്നെ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു വാട്ടർ പ്രൂഫ് തൊപ്പിയാണ്. അപ്പോൾ കുട നമ്മൾ വണ്ടികളിലൊക്കെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ കുട അങ്ങനെ കൊണ്ടുവരേണ്ടെന്ന് പറയും, വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്പ് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ തല നനയാതെ അങ്ങോട്ട് പോവാം. പിന്നെ ഇതേ കുറച്ച് ഐറ്റംസ് വേറെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യമുള്ളതൊന്നല്ല, ചേച്ചി വെക്കുന്നതാണ്. അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വെക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ സോപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വെക്കേഷന് ഈ ഒരു ഡബ്ബയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ പുസ്തകം പോലെ നമുക്ക് ഈ പേപ്പർ സോപ്പ് ഉണ്ടാക്കാട്ടെ. അങ്ങനെ ഒരു ബുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഈ പേപ്പർ സോപ്പ് വെക്കാം. അപ്പോൾ ഇതൊക്കെ കൈ കഴുകുന്ന സമയത്ത് ഉപയോഗിക്കാനാണ്. കുഞ്ഞു കുട്ടികൾക്കൊന്നും ആവശ്യമുള്ളതൊന്നല്ല, ചേച്ചി വെച്ച് കണ്ടിട്ടുള്ള വെക്കുന്നതാണ്. പിന്നെ ഇതേ 2 തലമുടിമ കെട്ടുന്ന ഹെയർ ടൈ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് മാസ്ക് ഇത് വെക്കണം നല്ലതാട്ടോ, പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ. പിന്നെ ഒരു ടവലും കൂടി വെക്കുന്നുണ്ട്. അത് നമ്മുടെ സ്കേർട്ടിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ വെച്ചാൽ മതി. ഈ പൗച്ചിൽ വെക്കണമെന്നില്ല. അപ്പോൾ റോസും അതെല്ലാം കൂടി പൗച്ചിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി ബാക്ക് പാക്കിംഗ് റോസുവിൻ്റെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ റോസും ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രാവശ്യം. കാരണം എല്ലാം മാച്ചിങ്ങിനായിട്ടൊക്കെ അവൾക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് അവളങ്ങനെ കൊണ്ടുപോകുന്നത്. LKG പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ അതിന് ശേഷം പഴയതും പുതിയ ഐറ്റംസൊക്കെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ മേടിക്കുമ്പോൾ മാച്ചായിട്ടൊന്നും വരാറൊന്നുമില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ മാച്ചായിട്ടൊക്കെ വെച്ചപ്പോൾ അവൾ ഹാപ്പിയായി. അവളങ്ങനെ റിക്വസ്റ്റും ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും പറയാറില്ല. ഞാൻ എന്ത് മേടിച്ചാലും അവൾ അത് കിട്ടുന്നതിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ്. കുറേ ഐറ്റംസ് ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. എന്നാലും അവൾക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന കാരണം അവൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോണേ. ചിലവർ എന്നോട് ചോദിച്ചിരുന്നു ബുക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ബ്രൗൺ പേപ്പർ ഉപയോഗിച്ച് ബുക്ക് കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ സാധാരണ നോർമൽ രീതിയിലാണ് നമ്മൾ ബുക്ക് കവർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ടിപ്സ് പറയേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല. എന്നാലും ബുക്ക് കവർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നത് ഷെയർ ചെയ്യാം. ബ്രൗൺ പേപ്പർ 2 അളവിലാണ് വരുന്നത്. ഇത് നോട്ട് പുസ്തകം കവർ ചെയ്യാനുള്ളതാണ്. പിന്നെ വലിയ മോഡൽ വരുന്നുണ്ട്, വലിയ പുസ്തകങ്ങൾ കവർ ചെയ്യണമെങ്കിൽ. പക്ഷേ ഇവർ ഉപയോഗിക്കുന്ന ബുക്കുകൾക്ക് എല്ലാത്തിനും ഈ ഒരു ബ്രൗൺ പേപ്പർ തന്നെ മതിയാവും. ആദ്യം തന്നെ നോട്ട്ബുക്ക് ഇതുപോലെ വെക്കുക. ഇനി പുസ്തകത്തിൻ്റെ ചട്ട ഇങ്ങനെ തുറന്നു വെച്ച ശേഷം ചട്ടയിൽ നിന്നും ഏകദേശം 1.5 ഇഞ്ച് വീതിയിൽ ബ്രൗൺ പേപ്പർ നമ്മളിങ്ങനെ അളന്ന് വെക്കുക 2 സൈഡിലോട്ടോ. അതിന് ശേഷം ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക.
പുസ്തകത്തിന് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും 1.5 ഇഞ്ചല്ല അതിലും കൂടുതൽ പേപ്പർ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും പേപ്പർ ഇങ്ങനെ കിടക്കാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ വെക്കുന്നുള്ളൂ. ഇതേതാണ്ടില്ലേ 1.5 ഇഞ്ച് വീതി 2 സൈഡിലും ഉണ്ട്, മുകളിലും താഴെയായിട്ട് കുറച്ച് അധികവും വരുന്നുണ്ട്. ഇനി നമ്മൾ നല്ല കറക്റ്റായിട്ട് പിടിച്ച് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ കൈ കൊണ്ട് നല്ലതായിട്ട് ടൈറ്റായിട്ട് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക താഴോട്ട്. അപ്പോൾ ഒരു ലൈൻ വരും, അത് നമ്മൾ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ടൊരു ഫോൾഡ് നമുക്ക് കിട്ടുക. ഇനി മറുവശത്തും ഇതുപോലെ തന്നെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി പുസ്തകത്തിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ പേപ്പർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലൈൻ വരും. അതിനുശേഷം അപ്പോൾ നമുക്ക് ലൈൻ കിട്ടി, കണ്ടില്ലേ? കത്തർ ഉപയോഗിച്ചിട്ട് സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഈ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് അകത്തോട്ട് ഫോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവും. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് കളയണത്. ഈ ലൈൻ ഇങ്ങനെ ഇട്ട ശേഷം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളവ് അറിയാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ എല്ലാ കട്ട് ചെയ്ത സൈഡുകളും അകത്തോട്ട് ഇങ്ങനെ വെച്ച് നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതേ ഫോൾഡ് ചെയ്ത് ഇതുപോലെ 4 വശവും ഫോൾഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അതിന് ശേഷം ഓരോ കോർണറിലായിട്ട് ഇതുപോലെ ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സാധാരണ ഇതിൻ്റെ 4 വശവും സ്റ്റേപ്ലർ ചെയ്യാറുണ്ട്. ചില സ്കൂളിൽ സ്റ്റേപ്ലർ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ട, നിങ്ങൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 4 സ്റ്റേപ്ലർ 2 കോർണറിലും 2 സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ഥലത്തും നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റേപ്ലർ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ പീസ് സെല്ലോ ടേപ്പ് ചെറുത് അതിന് മുകളിൽ അതിൻ്റെ അളവിന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ സ്റ്റേപ്ലർ അകലാനോ അതുപോലെ തന്നെ അത് അങ്ങനെ അകലില്ല, പിന്നെ അത് സേഫാണ്, കുഞ്ഞുങ്ങളുടെ കൈ മുറിയാതിരിക്കാനും അതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ഒട്ടിച്ചാൽ പുസ്തകത്തിൻ്റെ കവർ നല്ല നീറ്റായിട്ട് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അങ്ങനെ നമ്മുടെ പുസ്തകം നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയിം സ്ലിപ്പ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുള്ളത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നെയിം സ്ലിപ്പ് വെക്കാം. ഇനി നിങ്ങൾ ചെറിയ ബുക്കാണ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പമുള്ളത് അതിന് മുകൾ ഭാഗത്ത് കണ്ടിട്ട് ഇത്രയും പീസ് ബ്രൗൺ പേപ്പർ വെറുതെ വേസ്റ്റ് ആവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് അളവെടുത്ത് കട്ട് ചെയ്യുക. അപ്പോൾ പേപ്പർ വേസ്റ്റ് വരില്ല. പുസ്തകത്തിൻ്റെ അളവനുസരിച്ച് സ്ട്രെയിറ്റ് ആണോ ഇതുപോലെ ചെരിച്ച് വെക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാം. ബുക്ക് കവർ ചെയ്യാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചാൽ പിന്നെ നമ്മുടെ പാരൻസിനോട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ബുക്ക് ഫുള്ളായിട്ടും നീറ്റായിട്ട് കവർ ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറാണ് നിങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തിരുന്നു. അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കവർ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രൗൺ പേപ്പറാണ് കവർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളതും നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ചെയ്ത് പഠിച്ചിട്ട് പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിലെ നമ്മുടെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും നമ്മൾ തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അത് പ്രത്യേക രസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.